അധികാരികൾ അറിയല്ല. ഞങ്ങൾ അതിക്ക് മുമ്പ് എത്ര പ്രാവശ്യം ഈ മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും ഇതാണെങ്കിലും ആൾക്കാർക്ക് പരാതി കൊടുത്തതാണെന്നറിയോ. പിന്നെ ഇനി ഇതിൽ കൂടുതൽ എന്തെന്നാ ഈ ആൾക്കാരുണ്ടായി എടുത്തോണ്ട് ഒരു കാര്യമില്ലെങ്കിൽ ഇതിന് പരിഹാരം കാണൂല. അവര് കുത്തിയൊലിച്ചെത്തിയ മഴവെള്ളം എല്ലാം തകർത്തെറിഞ്ഞു. ജീവനല്ലാതെ കയ്യിൽ ബാക്കിയൊന്നുമില്ല. ഈ വെള്ളം കയറി കയറി എല്ലാ ദിവസവും ഈ ഓട്ടോണ് നേരം വിളിക്കുമ്പോൾ തുടങ്ങി. അങ്ങനെ എനിക്കൊന്നും പറയാനില്ല. എവിടെ വീട്? നിൽക്കുന്ന വീട് തൊട്ടടുത്തല്ലേ വീട്. എല്ലാവരും ജോലിക്ക് പോകണം. ഇനി നശിയാൻ ഒരു സാധനമില്ല വീട്ടില്. വെള്ളം കയറി എല്ലാം തുടച്ചു. ദുരിതത്തിലേക്ക് എടുത്തെറിഞ്ഞ അധികാരികളോട് ഒന്ന് പ്രതിഷേധിക്കാൻ പോലും സമയമില്ല. കാരണം അതിനുകൂടി പോയാൽ പട്ടിണിയിലാകും. ദുരിതത്തിലാണെങ്കിലും ജീവൻ ബാക്കിയുണ്ടല്ലോ എന്ന് ആശ്വസിക്കുകയാണ് ഈ നിർഭാഗ്യവാന്മാരായ മനുഷ്യർ. നമ്മുടെ ഭരണ സംവിധാനങ്ങൾ നിസ്സംഗരാക്കി മാറ്റിയ ഒരു കൂട്ടം ജീവനുകൾ. അതെവിടെ ചരിയിൽ കടന്നതിൽ അതേ എടുത്ത് ചുമ്മാ വെള്ളത്തിൽ പോട്ടെ. ഒരു ഉടുപ്പില്ലേ. അപ്പം ഞാൻ 4 ദിവസമായി കുളിച്ച് തുണി മാറ്റി. എന്താ ചോദിച്ചു? ഒന്നും ഉണ്ടാവില്ലേ? ഇല്ല, നിങ്ങൾ നോക്കി പറഞ്ഞു. എതും ഇല്ല. താഴെ എല്ലാം നനഞ്ഞ് ഒന്നും ഇല്ല. ഞങ്ങൾ ഒന്നും ചെയ്യുമ്പോൾ 2 കുഞ്ചി മോള് ഇருக்கு. 3 വയസ്സിൽ ഒരു കുഞ്ചി, 4 മാസം ഒരു കുഞ്ചി, എല്ലാം നനഞ്ഞ് ചേത്തിൽ നിന്ന് അവിടെ പോയി. പ്രതികരിക്കാനും പ്രതിഷേധിക്കാൻ പോലും കഴിയാത്ത ഈ മനുഷ്യരാണ് ചോദ്യം ചെയ്യപ്പെടില്ലെന്ന അധികാരികളുടെ ആത്മവിശ്വാസത്തിന് കാരണം. 5-8 കൊല്ലമായി ഇവിടെ ഈ വെള്ളം ഇപ്പോൾ കയറണത്. അപ്പം അതോടി പറയണത് ഞങ്ങൾ ഉടനെ ശരി. ആ ശരിയല്ലാതെ ഒന്നും ഇവിടെ വന്നിട്ടില്ല. ഇവിടെ ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ്. ഈ വെള്ളം വന്നു കഴിഞ്ഞാൽ ഉള്ളിൽ ജീവനില്ല, പണിക്ക് പോകാൻ പറ്റണില്ല, കുഞ്ഞുമക്കൾക്ക് എന്തെങ്കിലും മേടിച്ച് കൊടുക്കണ്ടേ? ഞങ്ങൾ എന്ത് ചെയ്യും? ഇപ്പോൾ കിടക്കാനൊന്നും ഒരു നിവൃത്തിയില്ല. നമുക്ക് ഉറങ്ങണ്ടോന്ന്. അതാണ് മെയിൻ. ഇത് ഉറങ്ങാനും കൂടി ഒരു നിവൃത്തിയില്ല. എന്ത് ചെയ്യാൻ പറ്റും? വെള്ളം കയറിയ വീട്ടിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ചു പോയവർക്ക് മാറിയെടുക്കാൻ പോലും ഒന്നുമില്ല. ഒന്നും ഇല്ല. എന്നും ചെയ്യുമ്പോഴേ എന്നാ ചെയ്ത് നാട്ടിലും പോകുമ്പോൾ ഒന്നും ചെയ്യുമ്പോൾ പൈസ തന്നെയില്ല. ഞാൻ 9 പേര് എല്ലാം വെറുതെ അതാൻ പോയി. എൻ്റെ ഉടുപ്പിൽ ഇപ്പോൾ 4 നാൾ കിടക്കണം. ഇത് പറ്റില്ല. തിടീര് തന്നെ വെള്ളം, ഇത്തിനി വെള്ളം, ഇതോടെ വെള്ളം പോയി. ഇതേതായിരിക്കും ഒരു വെള്ളം. ഇതുവരെയ്ക്ക് വെള്ളം ഇറങ്ങുമ്പോൾ എന്താ എടുത്ത് എവിടെ കൊണ്ട് വയ്ക്കുമ്പോഴും. പരാതി പറഞ്ഞാൽ ഇഷ്ടമാകില്ല പോലും. പരാതി പറയാതെ മിണ്ടാതിരിക്കുക എന്നതാണ് അധികാരികളുടെ ആഗ്രഹം. ഗവൺമെന്റ് ഫണ്ടില്ലെന്നാണ് അസോസിയേഷൻകാർ ചോദിച്ചപ്പോഴും പറഞ്ഞത്. പാർട്ടിക്കാരായിട്ട് വന്നപ്പോഴും പറഞ്ഞത്. മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ ഗവൺമെന്റ് ഫണ്ടില്ല എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള പദ്ധതികൾക്കൊക്കെ ഫണ്ടുണ്ട്. ഇനിയും വെള്ളം കുത്തിയൊലിച്ച് വീട്ടകങ്ങളിലേക്ക് എത്തും. നഷ്ടം ഈ മനുഷ്യർക്ക് മാത്രമാകും. അപ്പോഴും പദ്ധതികളും വാഗ്ദാനങ്ങളും ഈ വെള്ളക്കെട്ടിൽ പൊങ്ങിക്കിടക്കുന്നുണ്ടാകും. ഈ മനുഷ്യരെ ഇളിഭ്യരാക്കിക്കൊണ്ട്. ബിനു പാമ്പയ്ക്കൊപ്പം എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.